ഉച്ചക്കത്തേക്ക് മീൻകറി ഇല്ലാതെ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാനിങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് 4 അയല കിട്ടുന്നത്. രാവിലെ തന്നെ നമ്മുടെ മീൻകാരൻ ചേട്ടൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നില്ല, കോഴിക്ക് വേസ്റ്റ് എടുക്കാനായിട്ട് ഹോട്ടലിലേക്ക് പോയതായിരുന്നു. അപ്പോ മീനൊക്കെ വാങ്ങി വെച്ചിട്ട് ഞാൻ ചായ ഇട്ടു കേട്ടോ. അപ്പൊ മീൻകാരൻ ചേട്ടന്റെ കയ്യിൽ ആകെ ഒഴുകയും അയലയും ഉണ്ടായിരുന്നുള്ളൂ. അയലയാണെങ്കിൽ 4 എണ്ണം എന്ന് പറഞ്ഞാൽ 1/2 കിലോയാണ് കേട്ടോ. കൊഴുകായ എന്ന് പറയുമ്പോൾ നമ്മുടെ നെത്തോലി, കൊഴുവ, ചൂട എന്നൊക്കെ പറയുന്ന മീനാണ്. അത് ഞാനിട്ട് കഴിക്കത്തുമില്ല. അയല ചേട്ടനും കഴിക്കത്തില്ല. എനിക്ക് എന്താണെങ്കിലും ലഞ്ച് ബോക്സിലേക്ക് ഒരു മീൻകറിയോ മീൻ ഫ്രൈയോ എന്തെങ്കിലും വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ മാത്രമേ അയല കൂട്ടത്തുള്ളൂ, അതുകൊണ്ട് ഒരു 1/2 കിലോ അയല തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ 1/2 കിലോ അയല തന്നിട്ട് പോയി. പെട്ടെന്ന് തന്നെ ഞാനത് ക്ലീൻ ആക്കി. 1/2 കിലോ അയല വാങ്ങിയത് കണ്ടപ്പോൾ ചേട്ടനാണെങ്കിൽ ചിരിയും വന്നു. ചേട്ടനത്തേക്കും വേസ്റ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ ഞാനതങ്ങ് ക്ലീൻ ചെയ്ത് ചേട്ടന്റെ കയ്യിലേക്ക് കൈമാറാൻ പോവാണ്. കാരണം മീനിലെ മസാലയൊക്കെ പുരട്ടി നല്ല ഭംഗിയായിട്ട് ചേട്ടൻ വറുത്ത് തരും. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചോറ് കഴിച്ചിട്ടാ പോയത്. കാരണം നല്ല മീൻ ഫ്രൈ ഉണ്ടല്ലോ. ചേട്ടന് വേണ്ടി ഞാൻ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചേട്ടന്റെ ഫേവറേറ്റ് ആണ് അവിയൽ. അപ്പൊ മീനില് നല്ല മസാലയൊക്കെ പുരട്ടി ചേട്ടൻ തന്നെയാണ് വറുത്ത് തരുന്നത് കേട്ടോ. അവിയലിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ അരയ്ക്കാം എന്നോർത്ത് തേങ്ങ ഒന്ന് ഒതുക്കണമല്ലോ. അന്നത്തേക്കും നമ്മൾ ജാറിലേക്ക് തേങ്ങയൊക്കെ മാറ്റിയപ്പോഴത്തേക്ക് നമ്മുടെ കറണ്ട് അങ്ങ് പോയി. പിന്നെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് കറണ്ട് വന്നില്ല. പിന്നെ തേങ്ങയും ജീരകവും എല്ലാം കൂടെ ഞാൻ കല്ലിലേക്ക് മാറ്റിയിട്ട് ഇടിച്ചെടുക്കുകയാണ് ചെയ്തത്. ചതച്ചെടുത്തത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. കറണ്ട് പോയത് നന്നായി എന്ന് കഴിച്ചപ്പോൾ പിന്നീട് തോന്നി. കാരണം കല്ലിലൊക്കെ ചതച്ചെടുത്ത തേങ്ങയും പച്ചമുളക് ജീരകത്തിന്റെ ഒക്കെ ആ ഒരു സ്മെല്ല് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പൊ അത് അവിയലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലഞ്ച് ബോക്സ് റെഡിയായി. ഞാനേതായാലും കോളേജിലേക്കൊക്കെ പോയിട്ട് വരാം. പുതിയൊരു സാരിയാണ് എടുത്തത് കേട്ടോ. അപ്പോ ഞാൻ പോയിട്ട് വരാം. താങ്ക് യു. ടാറ്റാ.